Question. If A is a 5 by 5 matrix and the dimension of solution space of Ax equal to 0 is at least 2, then rank of A square ഉം determinant of A square ഉം കണ്ടുപിടിക്കണം. A എന്ന് പറയുന്ന ഒരു 5 by 5 matrix ആണ്. Dimension of solution space at least 2 എന്നും തന്നിട്ടുണ്ട്. റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ആണ്. നള്ളിറ്റി എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് സൊല്യൂഷൻ സ്പേസ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന എന്താ? ഡയമെൻഷൻ ഓഫ് സൊല്യൂഷൻ സ്പേസ് ഈസ് അറ്റ്ലീസ്റ്റ് 2, അതായത് നള്ളിറ്റി അറ്റ്ലീസ്റ്റ് 2 ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് റാങ്ക് നള്ളിറ്റി തിയറം അറിയാം. റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ്. ഡയമെൻഷൻ ഓഫ് സൊല്യൂഷൻ സ്പേസ് ഈസ് അറ്റ്ലീസ്റ്റ് 2 എന്ന് വന്നിട്ടുണ്ട്, അതായത് നള്ളിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. നള്ളിറ്റി അറ്റ്ലീസ്റ്റ് 2 ആണ്. നള്ളിറ്റി 2ഓ അതിന് മുകളിലോ വരാം, അതായത് നള്ളിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. എ എന്ന് പറയുന്ന 5 by 5 മെട്രിക്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് എൻ എഴുതാലോ. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ്. ആദ്യത്തെ 5 നമ്പർ ഓഫ് റോസ്, രണ്ടാമത്തെ 5 നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ എൻ ഈക്വൽ ടു 5 ആണ്. റാങ്ക് നള്ളിറ്റി തിയറം വെച്ച് റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു എൻ എന്ന് എഴുതാം. ഇതിൽ നിന്ന് നള്ളിറ്റി ഓഫ് എ എങ്ങനെ എഴുതാം? എൻ മൈനസ് ആർ ഓഫ് എ. നള്ളിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്നറിയാം. അപ്പം എൻ മൈനസ് റാങ്ക് ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. എൻ എന്ന് പറയുന്നത് 5 ആണ്. 5 മൈനസ് റാങ്ക് ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 മൈനസ് റാങ്ക് ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3 റാങ്ക് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ റാങ്ക് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടി. നമുക്ക് തെളിയിക്കേണ്ടത് റാങ്ക് ഓഫ് എ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണെന്ന് കിട്ടണം. ഒരു റിസൾട്ട് ഉണ്ട്. റാങ്ക് ഓഫ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് ബി. അപ്പോൾ ബിക്ക് വരെ ഇവിടെ എ വെച്ച് റീപ്ലേസ് ചെയ്താൽ എന്ത് വരും? റാങ്ക് ഓഫ് എ ഇൻറ്റു എ. റാങ്ക് ഓഫ് എ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എ എന്ന് വരും. അതായത് റാങ്ക് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എ. റാങ്ക് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെന്നറിയാം. അപ്പോൾ റാങ്ക് ഓഫ് എ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഓപ്ഷൻ എ ട്രൂ ആണ്. ബിയും സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഡി കൂടി ചെക്ക് ചെയ്യണം, ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണോ എന്ന്. അപ്പോൾ അതിന് വേറൊരു റിസൾട്ട് ഉണ്ട്. ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, ഓർഡർ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ എ ഈസ് നോൺ സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു എൻ. ഈ മെട്രിക്സിന് ഫുൾ റാങ്ക് വരും എപ്പോൾ? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് ഓഫ് എ എൻ ആയിരിക്കും. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, അതിന് ഫുൾ റാങ്ക് ആയിരിക്കും. ഫുൾ റാങ്ക് ആണെങ്കിൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് ഫുൾ റാങ്ക് ആയിരിക്കും. അപ്പോൾ ഇവിടെ റാങ്ക് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. റാങ്ക് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ റാങ്ക് എന്തായാലും 5 വരില്ല. റാങ്ക് 5 ഒന്നില്ലെങ്കിൽ റാങ്ക് 5 ആണെങ്കിൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. റാങ്ക് 5 അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എയും ഡിയും ആണ് ട്രൂ. നെക്സ്റ്റ് വൺ. Let A be a 2 by 2 matrix over R with the determinant of A plus I equal to 1 plus determinant A. Then we can conclude that A എന്ന് പറയുന്ന ഒരു 2 by 2 matrix ആണ്. അപ്പോൾ നമുക്കൊരു ജനറൽ മെട്രിക്സ് എടുക്കാം. A equal to A, B, C, D. Determinant of A plus I. A ഇതാണ്. I എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1. അപ്പോൾ A plus I എന്ത് വരും? ഡയഗണൽ എലമെന്റിന്റെ കൂടെ 1 ആഡ് ചെയ്യണം. A plus I equal to A plus 1, B plus 1 ഓഫ് ഡയഗണൽ എലമെന്റ്സ് അതുപോലെ തന്നെ B plus 0, C plus 0. ഇനി തന്നിട്ടുണ്ട് ഡിറ്റർമിനന്റ് ഓഫ് A plus I equal to 1 plus determinant A. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് A plus I എങ്ങനെ എഴുതാം? A plus 1 into D plus 1 minus BC equal to 1 plus AD minus BC എന്ന് എഴുതാമല്ലോ. എക്സ്പാൻഡ് ചെയ്യുമ്പം A plus D equal to 0 എന്ന് കിട്ടും. AD മൈനസ് ബി സി രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസലായി, 1ഉം ക്യാൻസലായി. അപ്പോൾ A plus D equal to 0 എന്ന് കിട്ടി.
ഒരു ജനറൽ മെട്രിക്സ് എടുത്തു, അതിൻ്റെ എ പ്ലസ് ഡി ഈക്വൽ ടു 0 ആണ്. എ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? ട്രേസ് ഓഫ് എ. ഡയഗണൽ എലമെന്റ്സിന്റെ സം ആണ് ട്രേസ് ഓഫ് എ. അതായത് ട്രേസ് ഓഫ് എ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓപ്ഷൻ സി. Then next one, a equal to 0, 1, minus 1, 1. Then the smallest positive integer n such that a raised to n equal to 1 is. n എന്ന് പറയുന്ന 1 2 4 6 ആകാം. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. a raised to 1 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ, ഈ മെട്രിക്സ് തന്നെയാണ്. a സ്ക്വയർ എന്ന് പറഞ്ഞാലോ, a സ്ക്വയർ a ഇൻറ്റു എ. a ഇൻറ്റു a ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടോ നോക്കണം. 1 0 0 1 അല്ല, അപ്പോൾ a സ്ക്വയർ അല്ല. a raised to 4 ചെയ്യാൻ a സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ ചെയ്താൽ മതി. a സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ, അതും ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ല. a raised to 6 ചെയ്യുക. a raised to 6 എന്ന് പറഞ്ഞാൽ a raised to 4 ഇൻറ്റു a സ്ക്വയർ. അപ്പോൾ ചെയ്യുമ്പം ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. അതായത് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ n സച്ച് ദാറ്റ് a raised to n ഈക്വൽ ടു i ഈസ് 6. n 6 ആവുമ്പോഴാണ് a raised to 6 ഈക്വൽ ടു i കിട്ടുന്നത്. ഓപ്ഷൻ ഡി. Then next one, consider the subspace W1 and W2 of R3 given by W1 equal to set xyz belongs to R3 such that x plus y plus z equal to 0 and W2 equal to set of all xyz belongs to R3 such that x minus y plus z equal to 0. If W is a subspace of R3 such that W intersection W2 equal to span 0 1 1, W intersection W1 is orthogonal to W intersection W2 with respect to usual inner product of R3, then W equal to span of. W1 ഉം W2 ഉം തന്നിട്ടുണ്ടല്ലേ. W1 എന്ന് പറയുന്നത് set of all x, y, z such that x plus y plus z equal to 0. ഇതിൽ നിന്ന് z നെ എങ്ങനെ എഴുതാം? മൈനസ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ പോയിന്റ് എന്ത് വരും? എക്സ് വൈ, ഇസഡിന് പകരം മൈനസ് എക്സ് മൈനസ് വൈ. എക്സിൻ്റെ ടൈമും വൈയുടെ ടൈമും സെപ്പറേറ്റ് ചെയ്ത് എഴുതാമല്ലോ. എക്സ് 0 മൈനസ് എക്സ് എന്ന് വരും, 0 പ്ലസ് മൈനസ് വൈ എന്ന് വരും. ഇവിടെ മൈനസ് ഉണ്ട്. എക്സ് 0 മൈനസ് എക്സ് 0 വൈ മൈനസ് വൈ. അപ്പോൾ എക്സ് പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 0 മൈനസ് 1 പ്ലസ് വൈ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 0 1 മൈനസ് 1. അതായത് W1 span of 1 0 minus 1 0 1 minus 1. Similarly for W2. W2 എന്ന് പറയുന്നത് എന്താണെന്നറിയാം. ഇതിൽ നിന്ന് z എങ്ങനെ എഴുതാം? മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതി. പോയിന്റ് എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ, എക്സ് വൈ ബിലോങ്സ് ടു ആർ. എക്സിനും വൈനും ഔട്ട് സൈഡ് എടുത്ത് ചെയ്തു. അപ്പോൾ W2 എന്ന് പറയുന്ന സ്പാൻ ഓഫ് ഏതൊക്കെ സെറ്റാന്ന് കിട്ടി. ഇനി തന്നിട്ടുണ്ട് W ഇന്റർസെക്ഷൻ W2 ഈക്വൽ ടു സ്പാൻ 0 1 1. W ഇന്റർസെക്ഷൻ W2 തന്നിട്ടുണ്ട്. W-ലും W2-ലും ഉള്ളത് സ്പാൻ ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് 0 1 1 ആണ്. W intersection W1 is orthogonal to W intersection W2. W intersection W2 എന്ന് പറയുന്നത് W intersection W1നോട് ഓർത്തോഗണൽ ആണ്. അപ്പം അത് ഇതിൻ്റെ അകത്ത് ഏത് വരും? 0 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് മൈനസ് 1 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു 1, 1 ഇൻറ്റു 1 പ്ലസ് 1 മൈനസ് 1 എന്ന് വരും. 1 മൈനസ് 1 ഈക്വൽ ടു 0. അതായത് W ഇന്റർസെക്ഷൻ W2നോട് ഓർത്തോഗണൽ ആയിട്ടുള്ള എലിമെന്റ് എന്ന് പറഞ്ഞാൽ 0 1 മൈനസ് 1 ആണ്. അതായത് W ഇന്റർസെക്ഷൻ W1 എന്ന് പറയുന്ന സ്പാൻ ഓഫ് 0 1 മൈനസ് 1 ആണ്. അപ്പം ഈ രണ്ട് സെറ്റ് കിട്ടി. ഇതിൻ്റെ അകത്തുനിന്ന് W എങ്ങനെ എഴുതാം? W ഈക്വൽ ടു സ്പാൻ ഓഫ് 0 1 മൈനസ് 1 0 1 1. ഓപ്ഷൻ ഏതാണ്? 0 1 മൈനസ് 1 0 1 1. ഓപ്ഷൻ എ. സിമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ക്വാഡ്രാറ്റിക് ഫോം Q1 Q2 Q3 on R2. Choose the corresponding statement from below. Q1 and Q2 are equivalent. Q1 and Q3, Q2 and Q3. 3 ക്വാഡ്രാറ്റിക് ഫോം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇക്വലന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം
ടു ബൈനറി ക്വാഡ്രാറ്റിക് ഫോം എഫ് ആൻഡ് ജി ആർ സെറ്റ് ടു ബി ഈക്വലന്റ്. എഫും ജിയും ഈക്വലന്റ് ആണെന്ന് പറയണമെങ്കിൽ അവിടെ എ ബി സി ഡി എന്ന് പറയുന്ന 4 ഇൻഡിജേഴ്സ് ഉണ്ടായിരിക്കണം. കണ്ടീഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ജി ഓഫ് എ എക്സ് പ്ലസ് ബി വൈ സി എക്സ് പ്ലസ് ഡി വൈ ഡിറ്റർമിൻഡ് എ ബി സി ഡി ഈക്വൽ ടു 1. രണ്ട് ബൈനറി ക്വാഡ്രാറ്റിക് ഫോം ഈക്വലന്റ് ആണെന്ന് പറയണമെങ്കിൽ അവിടെ 4 ഇൻഡിജേഴ്സ് ഉണ്ടായിരിക്കണം. സച്ച് ദാറ്റ് 2 കണ്ടീഷൻസ് ഉണ്ട്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ജി ഓഫ് എ എക്സ് പ്ലസ് ബി വൈ സി എക്സ് പ്ലസ് ഡി വൈ ഡിറ്റർമിൻഡ് വാല്യൂ ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പോൾ Q1 തന്നിട്ടുണ്ട്, Q2, Q3. Q2 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇത് ഏത് ഫോമുല? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് അല്ലേ. അടുത്തതോ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2y ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. എക്സ് പ്ലസ് 2y ഇൻറ്റു എക്സ് പ്ലസ് വൈ. കറക്റ്റ് ആണല്ലോ. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ അല്ലേ, പ്ലസ് 2y സ്ക്വയർ. അപ്പം Q1, Q2, Q3 തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതൊക്കെയാണ് ഇക്വലന്റ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം Q1, Q2 ഇക്വലന്റ് ആണോ എന്ന് നോക്കാം. ഇത് രണ്ടും ഇക്വലന്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ജി ഓഫ് എ എക്സ് പ്ലസ് ബി വൈ സി എക്സ് പ്ലസ് ഡി വൈ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റണം. അതായത് Q1 ഓഫ് എക്സ് വൈ ഈക്വൽ ടു Q2 ഓഫ് ഇതെന്ന് എഴുതാൻ പറ്റണം. Q1 ഓഫ് എക്സ് വൈ അറിയാം, എക്സ് വൈ ഈക്വൽ ടു Q2 എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ്. എക്സിന് പകരം എ എക്സ് പ്ലസ് ബി വൈ കൊടുത്തു, പ്ലസ് വൈക്ക് പകരം സി എക്സ് പ്ലസ് ഡി വൈ ഹോൾ സ്ക്വയറിന് കൊടുത്തു. ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? എ പ്ലസ് സി, എക്സ് ഔട്ട് സൈഡ് എടുത്തു, എ പ്ലസ് സി ഇൻറ്റു എക്സ് പ്ലസ് ബി പ്ലസ് ഡി ഇൻറ്റു വൈ ഹോൾ സ്ക്വയറിന് എഴുതി. ഇത് എക്സ്പാൻഡ് ചെയ്യാലോ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് സി ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു ഈ ടൈം പ്ലസ് ബി സ്ക്വയർ ബി പ്ലസ് ഡി ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് വൈ. ഇതിൻ്റെ LHS ഈക്വൽ ടു RHS. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ നോക്കുക. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? 0 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വൈ സ്ക്വയർ 0 ആണ്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ പ്ലസ് സി ഇൻറ്റു ബി പ്ലസ് ഡി എന്ന് വന്നു. എ പ്ലസ് സി 0 ആണ്, ബി പ്ലസ് ഡി 0 ആണ്. ബട്ട് 2 ഇൻറ്റു എ പ്ലസ് സി ഇൻറ്റു ബി പ്ലസ് ഡി 1 ആണ്. ഇങ്ങനെ വരുമോ? ഇങ്ങനെ വരില്ല. ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. എ പ്ലസ് സിയും 0 ആണ്, ബി പ്ലസ് ഡിയും 0 ആണ്. 2 ഇൻറ്റു 0 ഈക്വൽ ടു 1 എന്ന് വരില്ല. അപ്പം Q1 നോട്ട് ഈക്വലന്റ് ടു Q2 ആണ്. ഇക്വേഷൻ എയും തെറ്റാണ്. എ തെറ്റാകുമ്പം ഡി എന്ന് പറയുന്ന ഓൾ ആർ ഇക്വലന്റ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ Q1, Q3 ഉണ്ട്, Q2, Q3 ഉണ്ട്. അപ്പോൾ Q3, Q2 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Q3 എന്ന് പറയുന്നത് Q3 ഓഫ് എക്സ് വൈ ഈക്വൽ ടു Q2 ഓഫ് എ എക്സ് പ്ലസ് ബി വൈ സി എക്സ് പ്ലസ് ഡി വൈ. Q3 എന്താണെന്നറിയാം, എക്സ് സ്ക്വയർ പ്ലസ് 3xy പ്ലസ് 2y സ്ക്വയർ ഈക്വൽ ടു Q2 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇനി ഇതിനെ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എക്സ് പ്ലസ് ഡി വൈ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റണം. അപ്പോൾ ഇതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ എ പ്ലസ് സി ഇൻറ്റു എക്സ് ഔട്ട് സൈഡ് എടുത്തു, ബി പ്ലസ് ഡി ഇൻറ്റു വൈ ഔട്ട് സൈഡ് എടുത്തു, ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തു. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എക്സ് വൈ സ്ക്വയർ ഇക്വേറ്റ് ചെയ്തു. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എ പ്ലസ് സി ഹോൾ സ്ക്വയർ. എ പ്ലസ് സി ഹോൾ സ്ക്വയർ 1 കിട്ടി. എക്സ് വൈയുടെ കോഎഫിഷ്യന്റ് എടുക്കുമ്പം 2a പ്ലസ് സി ഇൻറ്റു ബി പ്ലസ് ഡി. ഇവിടെ എക്സ് വൈ വീണ്ടും എഴുതണ്ട. 2a പ്ലസ് സി ഇൻറ്റു ബി പ്ലസ് ഡി ഈക്വൽ ടു 3. ബി പ്ലസ് ഡി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2. അപ്പോൾ ബി പ്ലസ് ഡി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2. ബിയും ഡിയും ഇൻഡിജേഴ്സ് ആണല്ലേ. 4 ഇൻഡിജേഴ്സ് ഉണ്ടായിരിക്കണം സച്ച് ദാറ്റ് ആ 2 കണ്ടീഷൻ. അപ്പോൾ ബിയും ഡിയും ഇൻഡിജർ ആണ്. 2 ഇൻഡിജർ തമ്മിൽ ആഡ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ 2 കിട്ടണം. ബി 1 കൊടുത്താൽ 1 പ്ലസ് 1 2 സ്ക്വയർ 4 ആണ്. 2 ഇൻഡിജേഴ്സിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2 കിട്ടില്ല, നോട്ട് പോസിബിൾ ആണ്. ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഏതാണ്? ഓപ്ഷൻ ബി.